രീതിയിലാണ് നമ്മൾ ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഒന്ന് ഷേപ്പ് അനുസരിച്ചിട്ട്, രണ്ടാമത്തത് സെൻറ്റർ അനുസരിച്ചിട്ട്, മൂന്നാമത്തത് വർക്ക്മാൻഷിപ്പ് അനുസരിച്ച്, അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട്, അതുപോലെ വീണ്ടും നിർമ്മാണ രീതിക്കനുസരിച്ച്, ഇങ്ങനെ 5 രീതിയിലാണ് നമ്മൾ ആർച്ചിനെ തരംതിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഷേപ്പിനനുസരിച്ചിട്ടുള്ളത്. അതിലത്തെ ആദ്യത്തെ ആർച്ചായിരുന്നു ഫ്ലാറ്റ് ആർച്ച്, അതായത് ഫ്ലാറ്റായിട്ടിരിക്കുന്ന ആർച്ച്. അപ്പോൾ അത് വരയ്ക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ സ്ക്രീനിലൊന്ന് വരച്ച് കാണിക്കാൻ നോക്കിയത്. പക്ഷെ അതെന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അത് ശരിയാക്കാം. അപ്പോൾ ഇത് കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓക്കെ ആവുമെന്ന് വിചാരിച്ചത്. എന്താ പറ്റിയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് ആർച്ച്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട്, ഞാൻ ആർച്ചിൻ്റെ ആ ഒരു ബ്രിക്കിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ബ്രിക്ക് ആർച്ചിൽ ഉപയോഗിക്കുന്ന ബ്രിക്കിന് നമ്മൾ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ വോയിസേഴ്സ് എന്നാണ് പറയുക. ബ്രിക്ക് എന്നല്ല പറയുക, വോയിസേഴ്സ് എന്നാണ് പറയുക. ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ വരച്ചിരിക്കുന്നത് കണ്ടോ, അതിൻ്റെ സെൻറ്റർ ആ ലൈൻസുകൾ പോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? അതായത് ആ 60 ഡിഗ്രിക്ക് ഇങ്ങനെ പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ 60 ഡിഗ്രി താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിലെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഈ ബ്രിക്കുകളൊക്കെ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വരും തോറും ആ ഷേപ്പിന് സെൻട്രലത്തെ ബ്രിക്കിന് വ്യത്യാസം വന്നത് കണ്ടോ? സെൻറ്റർ എത്തുമ്പോൾ അവിടുത്തെ ബ്രിക്കിന് ചെറിയൊരു വ്യത്യാസം വരും. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും, അതായത് പുറത്തുനിന്ന് അകത്തേക്കാണ് നമ്മൾ, ക്രൗണിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത് ഹെഡറിൻ്റെ ഫേസിലാണ് നമുക്ക് ബ്രിക്ക് ഇരിക്കണേ അല്ലേ? ഹെഡറിൻ്റെ ഫേസിലാണ് ഇരിക്കുന്നത്, വീതിയുടെ ഫേസിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിത് 1 സെൻറ്റിമീറ്ററാണ് ഹെഡറിന്, നമ്മൾ 10 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ആ 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? മുകളിലത്തെ എക്സ്ട്രഡോസിൻ്റെ ലൈനിലാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്, ഈ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നത്. അവിടെ സ്കെയിൽ വെക്കുന്നു. ആ ഒരു സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ സ്കെയിൽ വെച്ചിട്ട്, പിന്നത്തെ മറ്റേ സ്കെയിലിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഈ ബ്രിക്കുകൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അതും ഒരറ്റത്തിൽ നിന്ന് വേണം നമ്മൾ സെൻറ്ററിലേക്ക് വേണം, 2 സൈഡിൽ നിന്നും, 2 അറ്റത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സെൻറ്ററിലാണ് വന്ന് അവസാനിക്കുക. അപ്പോൾ ആ അവസാനിക്കുന്ന സമയത്ത് സെൻറ്ററിൽ വരുന്ന ബ്രിക്ക് ചിലപ്പോൾ ഇച്ചിരി വലുതായിട്ടോ, അല്ലെങ്കിൽ ഒരു വി ഷേപ്പിലോ, അല്ലെങ്കിൽ ഇത്തിരി ചെറുതായിട്ടോ, പല രീതിയിലും നമുക്കത് കിട്ടും. അപ്പോൾ അത് നോക്കണ്ട. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എങ്ങനെ വരയ്ക്കണം, ഈ എൻഡിൽ നിന്ന്, അതായത് ആർച്ചിൻ്റെ 2 എൻഡിൽ നിന്ന് വേണം നമ്മൾ എന്ത് തുടങ്ങാനായിട്ട്, ഉള്ളിലേക്ക് വേണം ഇത് വരച്ച് മാർക്ക് ചെയ്യാനായാലും വരയ്ക്കാനായാലും. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉള്ളിലത്തെ നമ്മുടെ ഇൻട്രഡോസിൻ്റെ ലൈനിലെല്ലാം നമ്മൾ ഹെഡറിൻ്റെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മുടെ മുകളിലത്തെ എക്സ്ട്രഡോസിൻ്റെ ലൈനിലാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത്. അതായത് ആ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട്. പിന്നെ വരുന്നതാണ് സെഗ്മെൻ്റൽ ആർച്ച്. സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ ഷേപ്പാണ് ഇതിലിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും ഈ ഫ്ലാറ്റ് ആർച്ചും തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ 60 ഡിഗ്രി എടുത്ത് വരച്ചില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സെഗ്മെൻ്റൽ ആർച്ചിലും നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഇതേപോലെ തന്നെ 60 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ കൊടുക്കും. ഈ ലൈൻ കൊടുത്തിട്ട് ഈ ലൈൻ നമ്മൾ താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ഒരു പോയിൻ്റ് കിട്ടും. അത് താഴത്ത് കിട്ടിയ പോലെ ഒരു പോയിൻ്റ്, ഈ 2 ലൈനും കൂട്ടി മുട്ടുന്ന ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, കോമ്പസ് വയ്ക്കും. കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് കോമ്പസ്, അതായത് നമ്മുടെ ഈ ആർക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ഇതിൽ വരച്ചിട്ടുള്ള ഈ ആർച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ സെൻറ്ററാണ്. അതായത് ഈ 60 ഡിഗ്രിയുടെ ലൈൻ താഴേക്ക് നീട്ടി വരച്ചതിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സെൻറ്ററിലാണ് നമ്മൾ കോമ്പസിൻ്റെ ഒരു എൻഡ് കുത്തിയിട്ട് പെൻസിൽ നമ്മൾ ഈ സ്പ്രിങ്ങറിൽ ടച്ച് ചെയ്തിട്ട് ഇവിടേക്ക് നമ്മൾ ആർച്ച് വരയ്ക്കും. അതേപോലെ തന്നെ ആർച്ചിൻ്റെ വീതി എത്രയാണോ, 20 ആണെങ്കിൽ 20, 30 ആണെങ്കിൽ 30, അതേപോലെ തന്നെ നമ്മളിതിലേക്ക് വീണ്ടും ആർച്ച് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത്. ആ ഷേപ്പ് സെഗ്മെൻ്റൽ ആയതുകൊണ്ടാണ് നമ്മളതിനെ സെഗ്മെൻ്റൽ ആർച്ച്. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ബ്രിക്ക് വരയ്ക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് വരച്ച് കാണിക്കാത്ത കാരണം എനിക്ക് കോൺഫിഡൻസ് വരുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുമോയെന്നറിയില്ല. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലേ.
ഓക്കെ. അപ്പോൾ അത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്താ പറ്റിയെന്നറിയില്ല. മുന്നൊക്കെ എടുക്കുമ്പോൾ കണ്ടിരുന്നതല്ലേ? ഏ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ആർച്ച് വന്നോ അതോ വൈറ്റ് ബോർഡിൽ നിൽക്കുകയാണോ? വന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ സെഗ്മെൻ്റൽ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് സെമി സർക്കുലർ ആർച്ചാണ്. അപ്പോൾ സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റ് നമ്മുടെ സർക്കിളിൻ്റെ സെമി സർക്കുലർ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പാൻ വരും. ആ സ്പാനിൻ്റെ ആ സ്പ്രിങ്ങിങ് ലൈനിൻ്റെ ഇതിൻ്റെ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോമ്പസ് കുത്തിയിട്ട് ശരിക്കും നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ ആർച്ച് നമ്മൾ സെമി സർക്കിൾ കട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ഹോഴ്സ് ഷൂ ആർച്ച്, ഇതാണ് ഹോഴ്സ്. ഇത് രണ്ട് എൻഡിൽ ഇതിൻ്റെ രണ്ട് സെൻറ്റർ വരും. ഇതിന് ഒറ്റ സെൻറ്റർ അല്ല, രണ്ട് സെൻറ്റർ വരും നമുക്ക് ഈ ആർച്ച് വരയ്ക്കാനായിട്ട്. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വരണേന്നുള്ളത്. അപ്പോൾ അത് വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് രണ്ട് എൻഡിൽ നിന്ന് തന്നെയാണ് ബ്രിക്കുകൾ വരച്ച് തുടങ്ങുന്നത്. കണ്ടോ, സെൻറ്ററിൽ എത്തുമ്പോൾ സെൻറ്ററിലെ ബ്രിക്കുകൾക്ക് വ്യത്യാസം വരുന്നത് കണ്ടോ? ആ ഷേപ്പുകൾക്കൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും നമ്മൾ എൻഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വരച്ച് തുടങ്ങുമ്പോൾ. പിന്നെ പോയിൻറ്റഡ് ആർച്ച് ഉണ്ട്, ഗോത്തിക് ആർച്ച് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ്. വെനീഷ്യൻ ആർച്ച്, ഈക്വലേറ്ററൽ ആർച്ച്. ഈക്വലേറ്ററൽ ആർച്ച് എന്നതിപ്പോൾ 2 സെൻറ്റേഡ് ആർച്ച് എന്നാണ് നമ്മളിതിനെ പറയാം. 2 സെൻറ്റേഡ് ആർച്ച്, അതായത് 2 സെൻറ്റർ ഉള്ള ആർച്ചാണിത്. അതായത് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യും, ഇപ്പുറത്തെ പോയിന്റിൽ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് കട്ട് ചെയ്യും. അപ്പോഴാണ് ഈ ഷേപ്പ്. ഇത് പള്ളികളുടെയൊക്കെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനത്തെ. പിന്നെ ഐസോസിലേറ്റഡ് ആർച്ച്, ഇങ്ങനെ പല രീതിയിൽ പല ഷേപ്പിൽ, ഏത് ഷേപ്പിലാണോ അത് കിടക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളതിനെ ആ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഫ്ലോറൻറ്റൈൻ ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഇതൊക്കെ ഈ ഷേപ്പുകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ റിലീവിങ് ആർച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിലീവിങ് ആർച്ച് എങ്ങനെയാണ്, സ്റ്റിൽറ്റഡ് ആർച്ച് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. അത് സെമി സർക്കിൾ അല്ല കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് സെമി സർക്കിൾ പോലെ തോന്നുന്നതാണ്, അത് സെമി സർക്കിൾ അല്ല. അതുപോലെ തന്നെ സർക്കുലർ ആർച്ച്, ഇങ്ങനെയാണ് ആർച്ചിനെ. റിലീവിങ് ആർച്ച്, സ്റ്റിൽറ്റഡ് ആർച്ച് വരെയാണ് നമുക്ക് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വരുന്നത്. അതായത് ആർച്ചിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വരുന്നത്. ഇതിലിപ്പോൾ എല്ലാതില്ലെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എന്താ പറയുക, എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ ഷൂ ആർച്ച്, ഈക്വലേറ്ററൽ ആർച്ച്, ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്ത്? നമ്മുടെ ഷേപ്പിനനുസരിച്ച്, ഏത് ഷേപ്പിലാണോ ആർച്ച് വരുന്നത് അതിനനുസരിച്ച് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് അതിൻ്റെ സെൻറ്റർ അനുസരിച്ചിട്ടാണ്. അതായത് അതിലേക്കാണ് പോകുന്നത്. സെൻറ്ററുകൾ അനുസരിച്ചിട്ട് നമ്മൾ ആർച്ചുകൾ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് എന്ത്? 1 സെൻറ്റേഡ് ബുൾസൈ ആർച്ച് എന്നാണ്. അതായത് ബുൾസൈ പോലെ വരുന്നതുകൊണ്ടാണ് നമ്മളതിന് ബുൾസൈ ആർച്ച് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മളതിനെ 1 സെൻറ്റേഡ് ആർച്ച് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഈ 1 സെൻറ്റേഡ് ആർച്ച് ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് പറയുന്നത് കൊണ്ട് നമ്മൾ സെമി സർക്കുലർ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം 1 സെൻറ്റേഡ് ആർച്ചുകളാണ് കേട്ടോ. അതായത് ഈ ഫ്ലാറ്റ് ആർച്ചിനും 1 സെൻറ്റർ ആണുള്ളത്, സെഗ്മെൻ്റൽ ആർച്ചിനും 1 സെൻറ്റർ ആണുള്ളത്, സെമി സർക്കുലർ ആർച്ചിനും 1 സെൻറ്റർ ആണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 സെൻറ്റേഡ് ആർച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ സർക്കുലർ ആർച്ചും 1 സെൻറ്റേഡ് ആർച്ചാണ്. പിന്നെ അതുകൊണ്ട് 3 സെൻറ്റേഡ് ആർച്ച് ഉണ്ട്, 3 സെൻറ്ററുകളാണ്. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 1, 2, 3. ഇത് 3ആണ്. അപ്പോൾ ഇതിൽ ആർച്ചിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഒന്നാമത്തെ ഈ നടുക്കിലത്തെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ നടുക്കിലാണ് കോമ്പസ് കുത്തിയിട്ട് വരയ്ക്കുക. ഇനി രണ്ടാമത്തെ ആ ആർച്ച് വരയ്ക്കുമ്പോൾ ആ രണ്ടാമത്തെ പോയിൻ്റ് 2 എഴുതിയിട്ടുള്ള ആ പോയിൻ്റില്ലേ, ബീന്ന് എഴുതിയിട്ടുള്ളത്, ആ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ടാണ് നമ്മൾ ആ ചെറിയ ഭാഗത്തെ ആർച്ച് മാത്രം നമ്മൾ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ടാണ് അവിടുത്തെ ആ ചെറിയ ആർച്ച് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന് 3 സെൻറ്റർ ഉണ്ട്, 4 സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 5 സെൻറ്റേഡ്. ഇങ്ങനെ 2, 3, 4, 5 വരെയുള്ള സെൻറ്ററിനനുസരിച്ചിട്ട് നമ്മൾ ആർച്ചിനെ നമ്മൾ
വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ അനുസരിച്ചിട്ട് 1 സെൻറ്റേർഡ് മുതൽ 5 സെൻറ്റേർഡ് വരെയുള്ള ആർച്ചുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, ഈക്വലേറ്ററൽ ആർച്ച്, ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെയാണ് നമുക്ക് സെൻറ്റർ അനുസരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ എത്ര വരെയുണ്ട്? 5 സെൻറ്റേർഡ് വരെയുള്ള ആർച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അത് നിർമ്മിക്കുന്ന വസ്തുക്കൾ, നിർമ്മാണ രീതിക്കൊക്കെ അനുസരിച്ചിട്ടുള്ളതിൻ്റെ ആർച്ചുകളെ തരംതിരിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഏത് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളതിനെ തരംതിരിച്ചിരിക്കണം. ഇപ്പോൾ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ ആർച്ചാണ്, ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്ക് ആർച്ചാണ്, കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കോൺക്രീറ്റ് ആർച്ചുകളാണ്. ഇങ്ങനെ നമ്മളതിനെ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ എങ്ങനെയാണോ നമ്മളത് നിർമ്മിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൺ ആർച്ച് എന്ന് പറയുമ്പോൾ നമ്മളതിൽ എന്തായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? റബിളായിരിക്കും അല്ലേ ഉപയോഗിക്കുന്നുണ്ടാവുക, കല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അതിൽ റബിൾ മേസണറി ഉണ്ട് നമുക്കതിൽ. വേറെ മേസണറി ഏതാണ്? ആഷ്ലാർ മേസണറി. 2 രീതിയിൽ നമുക്ക് ആർച്ചുകൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പിന്നെ ബ്രിക്ക് ആർച്ച് വരുന്നുണ്ട്. റഫായിട്ട് വരുന്ന ബ്രിക്ക് ആർച്ചിൽ തന്നെ അവർ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റഫായിട്ട് ചെയ്യുന്ന ആർച്ചുകളുണ്ട്, അതുപോലെ നല്ല ആക്സിഡ്, അതായത് നമ്മൾ ഈ വെട്ടുകല്ല് എന്നൊക്കെ പറയുന്ന കല്ലുകളില്ലേ, നമ്മൾ മണ്ണിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കല്ലുകൾ, അതാണ് ഇവിടെ അങ്ങനെയുള്ള കല്ലുകളൊക്കെ നമ്മൾ ചെത്തി മിനുക്കി ഷേപ്പാക്കിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. അത്തരം കല്ലുകളാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഗേജ്ഡ് ആർച്ച് ഉണ്ട്, പർപ്പസ് മോഡ് ബ്രിക്ക് ആർച്ച്. ബ്രിക്കിലെ ആർച്ചുകൾ തന്നെ നമ്മൾ പല രീതിയിൽ നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ കോൺക്രീറ്റ് ആർച്ച് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ബ്ലോക്ക് യൂണിറ്റ്സ് ആർച്ചുകളുണ്ട്, മോണോലിത്തിക് ആർച്ചുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏത് മെറ്റീരിയലാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതാണ് അത് 3ഉം കൂടി ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് സ്റ്റോൺ ആർച്ച് എന്ന് പറയുമ്പോൾ, ബ്രിക്ക് ആർച്ച് എന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ മെറ്റീരിയലാണ്. ബാക്കി അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നത് അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ വർക്ക്മാൻഷിപ്പ് പറഞ്ഞില്ലേ ക്ലാസിഫിക്കേഷൻസിൽ, വർക്ക്മാൻഷിപ്പ് പറഞ്ഞത് ഇതാണ്. അതായത് റബിൾ മേസണറി ആണോ അല്ലെങ്കിൽ ആഷ്ലാർ മേസണറി ആണോ, നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെത്തി മിനുക്കിയ മേസണറി ആണോ, അതായത് മേസണറി മീൻസ് ആർച്ചാണോ, അല്ലെങ്കിൽ എന്താ പറയുക റഫായിട്ട് നമ്മൾ റബിൾ മേസണറി പോലെ ചെയ്യുന്ന ആർച്ചാണോ. അപ്പോൾ അതാണ് വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 രീതിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. നമുക്കിതിനെ മെൻഷൻ ചെയ്യാൻ പറ്റും ഈ 2 രീതിയിലും. അതായത് നിർമ്മാണ രീതിക്കനുസരിച്ച്, നിർമ്മാണ വൈദഗ്ധ്യത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിന് മെറ്റീരിയൽ അനുസരിച്ച്. ഇത് 3 നമുക്കൊരു ഒറ്റ ഇതിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. എന്ത് മെറ്റീരിയലാണ്, ഏത് രീതിയിലാണ് നമ്മളതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച്. അപ്പോൾ അതിലൊന്നാമത് പറയുന്നതാണ് സ്റ്റോൺ ആർച്ച് എന്ന് പറയുന്നത്. നിർമ്മാണ രീതി അനുസരിച്ചിട്ട് സ്റ്റോൺ ആർച്ചുകളെ നമ്മൾ റബിൾ ആർച്ച് എന്നും ആഷ്ലാർ ആർച്ച് എന്നും, നമ്മൾ മേസണറീൻ്റെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ലേ. റബിൾ മേസണറിയും ആഷ്ലാർ മേസണറി എന്ന 2ആയിട്ടാണ് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് എന്തൊക്കെ? റബിൾ ആർച്ച് വരുന്നുണ്ട്, ആഷ്ലാർ ആർച്ച്. അത് അവരവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റബിളും ആഷ്ലാർ ആർച്ചൊക്കെ വരുന്നത്. റബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഷേപ്പ്, കറക്റ്റായിട്ടൊരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല റബിൾ എന്ന് പറയുമ്പോൾ അല്ലേ. റബിളൊക്കെ പറയുമ്പോൾ കല്ല് ഏത് ഷേപ്പിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ഒരു മൂല്യ കാര്യങ്ങളൊക്കെ തട്ടിക്കൊടുത്തിട്ട് നമ്മളൊരു ഏകദേശ ഷേപ്പാക്കി വെക്കുന്നുള്ളൂ. കറക്റ്റ് നമ്മൾ ഈ ഉദ്ദേശിച്ച ഷേപ്പിൽ തന്നെ കിട്ടണം എന്നില്ല. ആഷ്ലാർ ആർച്ച് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ആഷ്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്ലാർ മേസണറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഫൈനാക്കി കല്ലിനെ നല്ല ഷേപ്പിൽ ചെത്തി മിനുക്കിയെടുത്ത് നമ്മൾ ചെയ്യുന്ന മേസണറിയാണ് എന്ത്? ആഷ്ലാർ മേസണറി. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ബ്രിക്ക് പോലെ നല്ല കറക്റ്റായിട്ട് അതിനെ ചെത്തി മിനുക്കിയിട്ടാണ് അത്തരം മേസണറി നമ്മൾ ഉണ്ടാക്കുന്നത്. അതേ കല്ലുകൾ തന്നെയാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ആർച്ചിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആഷ്ലാർ മേസണറി എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? നല്ല രീതിയിൽ അതിനെ ഷേപ്പാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട്, അതാണ് ആ ചിത്രത്തിൽ അത് കാണിച്ചിരിക്കുന്നത്. അതായത് ആഷ്ലാർ സ്റ്റോൺ ആർച്ചുകളൊക്കെ അത് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഫ്ലാറ്റ് ആർച്ച്, അതുപോലെ സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ചുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. കല്ലുകൊണ്ട് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രിക്ക് ആർച്ചുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റഫ് ബ്രിക്ക് ആർച്ച്, അതുപോലെ തന്നെ ആക്സിഡ് അല്ലെങ്കിൽ റഫ് ബ്രിക്ക് ആർച്ച് ഉണ്ട്. അതിനൊക്കെ ഏകദേശം ഒരു ഷേപ്പ് അവരിവിടെ കാണിച്ചിട്ടുണ്ട്.
അതുപോലെ ആക്സ്ഡ് ബ്രിക്ക്, അത് നോക്കി നോക്കി രണ്ടും നോക്കുമ്പോൾ ഇപ്പോൾ റഫ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുമ്പോൾ ചെറിയ ഗ്യാപ്പ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ ആക്സ്ഡ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ആക്സ്ഡ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബ്രിക്കിന് ഫൈനായിട്ട് നല്ല ഇതാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്ന വർക്കുകളാണത്. അപ്പോൾ അതുകൊണ്ടായിരിക്കുന്ന ബ്രിക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബ്രിക്കുകൾ, ഈ ആർച്ചിൽ ഇരിക്കുന്ന ബ്രിക്കുകളും അതുപോലെ തന്നെ ആക്സ്ഡ് ബ്രിക്ക് ആർച്ചിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് ഗേജ്ഡ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് വോയിസേഴ്സ് കൃത്യമായ രൂപത്തിൽ മുറിച്ച് ഫയൽ ഉപയോഗിച്ച് നന്നായി രാഗി ഡ്രസ്സ് ചെയ്ത ഇഷ്ടികൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് ഗേജ്ഡ് ആർച്ച് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു പെർഫെക്ഷൻ കണ്ടോ. ഫ്ലാറ്റ് ഇത് വെച്ചിട്ട് ഈ ഫ്ലാറ്റ് ആർച്ചുകളും നമുക്ക് നിർമ്മിക്കാം. പക്ഷേ ആ നിർമ്മിക്കുമ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ആ കറക്റ്റ് ഷേപ്പ് ആക്കി എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇതിലും അതുപോലെ തന്നെ ഒരു 3, 4, 5 പേരുകൾ നമ്മളതിൽ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പേരുകൾ നിങ്ങളിതിൽ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പേരുകൾ നിങ്ങളിതിൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള തരംതിരിക്കലാണ് പറഞ്ഞ. ഒന്നാമത്തെ ഷേപ്പിനനുസരിച്ചിട്ട് അതിൽ തന്നെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ. ഈ ആർച്ചുകളൊക്കെ എല്ലാത്തിലും നമ്മളതൊക്കെ വരുന്നത് തന്നെയാണ്. പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതെങ്ങനെ പണിയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി പറയുന്നു എന്നുള്ളൂ. സംഭവങ്ങളൊക്കെ ആദ്യത്തെ ഇതിൽ പറഞ്ഞ ആർച്ചുകൾ തന്നെയാണ്. അതായത് ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് മറ്റ് മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. ഈ ഫ്ലാറ്റ് ആർച്ചും സെഗ്മെൻ്റൽ ആർച്ചൊക്കെ തന്നെയാണ്. പക്ഷേ മെറ്റീരിയൽസുകൾ മാറുന്നു, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ മാറുന്നു എന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പേരുകൾ ഇങ്ങനെ മാറി വന്നാലും ഉപയോഗിക്കുന്ന ആർച്ചുകളൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഷേപ്പിനനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഫ്ലാറ്റ്, സെഗ്മെൻ്റൽ, സെമി സർക്കുലർ, ഹോഴ്സ് ഷൂ എന്നൊക്കെ പറയുന്നു. ഇനി അതിൻ്റെ സെൻറ്റർ അനുസരിച്ചിട്ട് പറയുമ്പോൾ 1 സെൻറ്റേർഡ് മുതൽ 5 സെൻറ്റേർഡ് വരെയുള്ള ആർച്ചുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ അനുസരിച്ചിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വർക്ക്മാൻഷിപ്പ് അനുസരിച്ചിട്ട് അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് ഈ സെയിം ആർച്ചുകളൊക്കെ തന്നെയാണ് നമുക്കതിൽ വരുന്നത്. ഈ ആഷ്ലാർ ആർച്ചുകളും അതുപോലെ തന്നെ റബിൾ ആർച്ചുകളും. നമ്മൾ റഫായിട്ട് നമ്മൾ പണിയുന്നത് ഒന്ന് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് അതിനെ ചെത്തി മിനുക്കി നല്ല ഷേപ്പാക്കി ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ആർച്ചുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്നതാണ് കോൺക്രീറ്റ് ആർച്ചുകൾ. കോൺക്രീറ്റ് ആർച്ച് മൂന്നാമത്തെ ആർച്ചാണ് കോൺക്രീറ്റ് ആർച്ച്. കോൺക്രീറ്റ് ആർച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർച്ചുകളാണ്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ആർച്ചുകൾ അല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് മോണോലിത്തിക് മോണോലിത്തിക് ആർച്ചുകൾ. എന്താണ് മോണോലിത്തിക് കോൺക്രീറ്റ് ആർച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്ലെയിൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വലിയ സ്പാനുകൾക്ക് പറ്റിയ ഈ ആർച്ചുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ആർച്ചിൻ്റെ സ്പാൻ, ആർച്ചിൻ്റെ കനം 5 സെൻറ്റിമീറ്റർ ആണ്. 3 മീറ്ററാണ് ആർച്ചിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കനം എന്ന് പറയുന്നത്. ഫോം വർക്കിൽ വാർത്തെടുക്കുന്ന ആർച്ച് 2 മുതൽ 3 ആഴ്ച വരെ പരിചരിക്കണം എന്നാണ് പറയുന്നത്. മോണോലിത്തിക് ആർച്ചുകൾ നമ്മൾ റീഇൻഫോഴ്സ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർച്ചുകളാണ് മോണോലിത്തിക് ആർച്ചുകൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകത പറയുന്നത് അതിന് 3 മീറ്റർ സ്പാൻ ഉണ്ടായിരിക്കും. അതിൻ്റെ കനം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇതൊരു ഫോം വർക്കിലാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അതായത് അച്ചെന്ന് പറയില്ലേ, മൗൾഡ് എന്ന് പറയില്ലേ, ഈ മൗൾഡിനകത്താണ് നമ്മളിത് ചെയ്യുന്നത്, വാർത്തെടുക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശരിക്കും പ്രധാനമായിട്ട് പറയുമ്പോൾ 3 തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഷേപ്പിനനുസരിച്ചിട്ട്, സെൻറ്ററിനനുസരിച്ചിട്ട്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ആർച്ചിനെ, അത് നിങ്ങൾ എഴുതിയാൽ മതി. 3 രീതിയിൽ ആർച്ചിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഷേപ്പിനനുസരിച്ചിട്ട്, സെൻറ്റർ അനുസരിച്ചിട്ട്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. 9 മണിയായേ. ഓക്കെ.
ഓക്കെ, ഗുഡ് നൈറ്റ്.